ഞങ്ങൾ പോവാത്തൊരു സ്ഥലത്ത് പോവാണ് ഗൈസ്. പാലക്കാട്ടുകാരുടെ പൂരം, പാലക്കാട് പൂരമില്ല, വേല, തൃശ്ശൂരുകാരുടെ പൂരം ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് പാലക്കാട് എന്താണെന്നല്ലേ ഉണ്ട്. ഞാനിപ്പോൾ അതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാരിയം പൂജ. എവിടേക്കാ പോണേ? അല്ലേ ഞാൻ എന്താ അറിയോ കേട്ട്, കുട്ടി കാണാൻ. കുട്ടിയല്ല, കൊട്ട്. കൊട്ട് 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 എന്തിനാണ് കൊട്ട്? മാരിയം പൂജ. അപ്പോൾ പുള്ളിയൂർ ദേശമാണ്. അപ്പോൾ പുള്ളിയൂർ ദേശത്തിൻ്റെ മാരിയം പൂജ കാണാൻ പോവാണ്. ചെറിയ പരിപാടിയാണ്, എന്നാലും ഇവിടെ അല്ലേ, അടുത്തല്ലേ എന്ന് കണ്ടു പോവാണ്. നടന്ന് പോവാണ്. നടന്ന് പോകേണ്ട എത്ര ദൂരമുള്ളൂ അല്ലേ? പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോയില്ലല്ലോ, സാരില്ലല്ലേ. കൊട്ട് കണ്ടിട്ട് വരാം. ആകെ ഒരു കൊട്ടോ 2 കൊട്ടോ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതൊന്ന് നോക്കാം. ചെറിയ പരിപാടിയല്ലേ.
എല്ലാ വർഷവും ഇവിടെ മാരിയമ്മ നടത്താറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ വെക്കാറില്ല. അതാണ് പതിവ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സ്റ്റോപ്പ് ഇരട്ടക്കുളം എന്ന് പറയുന്ന സ്റ്റോപ്പുണ്ട്. അവിടെ ഇരട്ടക്കുളം മാരിയമ്പൂജ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഫേമസ് ആയിട്ടുള്ള കുറേ ദേശങ്ങളുടെ മാരിയമ്പൂജയാണ്. അപ്പോൾ അത് കുറച്ച് വലിയൊരു പരിപാടി തന്നെയാണ്. ആ സമയത്ത് സെയിം ഡേറ്റിനായിരിക്കും മിക്കവാറും ഇരട്ടക്കുളത്തെ മാരിയമ്പൂജയും അപ്പുക്കുളൂരിലെ മാരിയമ്പൂജയും ഒരേ ദിവസമായിരിക്കും. അതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇതുവരെ ഞങ്ങളിങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്രാവശ്യം ഡേറ്റ് മാറി വന്നു. ഇവിടുത്തെ ആയിരുന്നു ആദ്യം വന്നത്. അതുകൊണ്ടായിരിക്കണം ഇവിടെ എല്ലാ ആൾക്കാരും തന്നെ ഇവിടെ തന്നെ കൂടി ഈ വക സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതാണ് മേമ പറയണ്ടായിരുന്നത് ഇപ്രാവശ്യം എല്ലാം ഉണ്ടല്ലോ എന്ന്. ഇവിടെ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലത്തെ കുറേ സാധനങ്ങളൊക്കെ ചെറുപ്പത്തിലെപ്പോഴും വേലയ്ക്കും പൂരത്തിനൊക്കെ പോകുന്ന സമയത്ത് ഒരിക്കലെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ച സാധനങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞാനും അനിയത്തിയും കൂടെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു ആ ഫോണിനെ കുറിച്ച്. അതിൽ പാട്ട്, മ്യൂസിക്, എന്തൊക്കെ മ്യൂസിക്കാണ് ഉള്ളത് എന്നൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ വീണ്ടും കടല വാങ്ങിച്ച് കഴിക്കുകയാണ് ഗൈസ്. ഹൈ കടല കടല കടല. പഞ്ചവാദ്യം എവിടെയും നിൽക്കാണ്ട് പോവാണ് ഗൈസ്. പഞ്ചവാദ്യം so sweet. പൂർണിമ എല്ലാ റെസിപ്പിയും ചോദിക്കണം. പൊടി മസാല പൊടി, ഹൽവ, പച്ച ഹൽവ ഇല്ലേ ഒന്ന് കച്ചില്ല. അതെ, ഇത് നമ്മളുടെ ബിൽഡിംഗ്. അവർ ബിൽഡിംഗ്. വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇത് നിർബന്ധമാണ്. അതെ, വേലയല്ല, ഇത് മാരിപൂജ. ഇതാണ് നമ്മളുടെ ബിൽഡിംഗ്. അങ്ങനെ ഒന്നും ഇതിനാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പോവാത്തൊരു സ്ഥലത്ത് പോവാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത്. ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ടില്ല, പോയിട്ടില്ല. പക്ഷേ യാദൃശ്ചികമായി അങ്ങോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ആക്ച്വലി രാവിലെ പോയിട്ടില്ല, പിന്നെ രാത്രി പോവാണ് ഇപ്പോൾ. അങ്ങനെ ഒരു സാഹചര്യം വന്നു. സോ നമ്മൾ നടന്നുകൊണ്ടിരിക്കും. എവിടെ
പോയിട്ട് ഇവിടെ എത്തി ഗൈസ്. ഇനി നേരെ വീട്ടിൽ പോകണം. ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇവിടെ നിൽക്ക്, ഇതാ നമ്മളുടെ ബിൽഡിംഗ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗൈസ് വീട്ടിന് പുറത്ത്, അതും ഈ സമയത്ത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. ഈ സമയത്ത് ഞങ്ങൾ പുറത്തിറങ്ങി ഇതുപോലെ നടക്കണത്. 3 പേര് ഉള്ളത് കൊണ്ടാണ് അച്ഛൻ വിട്ടത്, അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളെ കാണില്ല, പക്ഷെ എന്നാലും സംസാരം മാത്രം കേട്ടാൽ മതി. ഇപ്പം കണ്ടന്റ് അറിഞ്ഞപ്പോഴേ അല്ല, ഇപ്പം ലൈറ്റ് വരും, ഇപ്പം ഞങ്ങളെ കാണാൻ പറ്റും. സത്യമാണല്ലേ പൂർണ്ണിമ, ഇത്രയും വർഷത്തിനിടയ്ക്ക് രാത്രി, അതും അപ്പോൾ പിള്ളേർ മാരിമ്പൂജിക്ക് ചുമ്മാ അവിടെ നിന്ന് കണ്ടിട്ട് അതുപോലെ വരിക, അല്ലാണ്ട് ഇങ്ങനെ എത്ര നേരം ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ട് നിന്നിട്ടേ ഇല്ല. സൗണ്ടിൽ പറ സാനി, കേൾക്കണില്ല. അല്ല, ഞാൻ ഇവിടെ കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കാം. അല്ല, പിന്നെ ഇപ്പൊ ഒരു സ്ഥലം എത്തും അവിടെ. ഈ സമയത്ത് എപ്പോഴും ഈ സ്ഥലത്ത് വരാൻ പേടിയാണ്, അത് ഈ രാത്രി. അതെ, കുറേ കഥകളൊക്കെ കേട്ട് 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 ഇവിടെ എത്തുമ്പോ ഒരു പേടി ഉണ്ട്. ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത്ര സ്ഥലം അല്ല. ഞാൻ ഒന്നും റെക്കോർഡ് ചെയ്തില്ല. ഇതാണ് ആ സ്ഥലം. അതെ, കറക്റ്റ് വെള്ള ഷോള്. അതെ, ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ പേടിക്കും. ശരി, പറഞ്ഞോ, മിണ്ടാതിരിക്കുക പറഞ്ഞു. അടുത്ത വേറൊരു സ്ഥലം കൂടെ വരുന്നുണ്ട്. എന്താ? വേറൊരു സ്ഥലം കൂടെ വരുന്നുണ്ട്. ആ സ്ഥലത്തിന് പ്രത്യേകത, അതൊരു കഥ തന്നെ ഉണ്ട്. ഞാനൊരു ഹൊറർ സ്റ്റോറി വീഡിയോ ആയിട്ടിടാം. കുളത്തിന്റെ പക്ഷേ ആക്ച്വലി അത് ഹൊറർ സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഡിവൈൻ എനർജിയാണ് ആക്ച്വലി. അതാ എന്താണെന്നൊന്നും അറിയില്ല. അതില് എനിക്കറിഞ്ഞ കഥയാണെങ്കിൽ അതൊരു ഡിവൈൻ എനർജി ഉള്ളൊരു സ്റ്റോറിയാണ്, ഹൊറർ സ്റ്റോറി അല്ല. എനിക്ക് കഥയെ അറിയില്ല. ഇതാണ് സ്ഥലം, പക്ഷെ രാവിലെ കാണിച്ചു തരായിരിക്കും ബെറ്റർ. ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല. സ്ട്രീറ്റ് ലൈറ്റ് കണ്ടോ? ഇതാണ് സ്ട്രീറ്റ് ലൈറ്റ്. കുളത്തിന്റെ സൈഡാണ്. അതെ, ഇത് കുളമാണ്, കുളത്തിന്റെ സൈഡാണ്. കറക്റ്റ് ഈ ഭാഗത്ത് ഒരു ദേവിയുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് കത്തണില്ല. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് താങ്ങും തണലുമാണ് അവിടുത്തെ. എനിക്ക് പേടിയില്ല, ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല. ഇപ്പൊ 3 പേരുള്ളതുകൊണ്ടാ തോന്നുന്നു പേടിയൊന്നും. ഞാൻ പറഞ്ഞത് എനിക്ക് ഒന്നും അറിയാത്തോണ്ടാണ് തോന്നുന്നു. അല്ല, ഞങ്ങൾക്ക് വികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ 3 പേരുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ഞാൻ രാത്രി ബീനോമിനോട് വന്നിട്ട് ഒറ്റയ്ക്ക് കുട്ടമ്മയോടൊക്കെ പോകും. ഇതല്ലേ ബീനാമിന്റെ വീട്? അതല്ലേ ഓപ്പോസിറ്റ് വീട്. ഇവിടുന്ന് മേമിന്റെ അവിടേക്ക് പോവാണെങ്കിൽ ഒരു ധൈര്യം ഒരു 3 സ്റ്റെപ്പ്. കാരണം ഈ സ്ഥലവും കുറച്ച് പേടിയുള്ള സ്ഥലം തന്നെയാണ്. കാരണം ഈ വീട്ടിലാരും ഇല്ല. പിന്നെ അതെ, ഈ വീട്ടിലാരും ഇല്ല. ഇല്ല, ഈ വീട്ടിലാരും ഇല്ലല്ലോ. ഈ വീട്ടിലാരും ഇല്ലല്ലോ. അങ്ങനെ അപ്പൊ ഇവിടെ കുറേ ഹൊറർ സ്റ്റോറീസ് മാത്രമല്ല, ഡിവൈൻ സ്റ്റോറീസും ഉണ്ട്. പക്ഷേ പ്രേക്ഷകർക്ക് കാണാൻ കൂടുതലും ഹൊറർ സ്റ്റോറീസ് ആയിരിക്കും ഇഷ്ടം. അതെ, അങ്ങനെ ഫൈനലി നമ്മൾ മേമിൻ്റെ അവിടെ റീച്ച് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ബൈ ഗൈസ്. ആണപ്പം നമ്മൾ മാരിമ്പൂജിക്ക് പോയിട്ട് വാങ്ങിയ സാധനം. പിന്നെ താതാവിയോ? ഈ മ്യൂസിക് മാത്രം കുറേ സമയം ഉണ്ടാവും. ഹലോ ഹലോ, അല്ല, ദാ വെന്നു